കുറേ നാൾ മുമ്പ് നമ്മൾ കാപ്പിക്കുരുവൊക്കെ പറിച്ചെടുത്തിട്ട് അത് ഉണക്കാനിട്ടേക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളത് പൊടിക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉരലൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് കാണുന്നത് ആട്ടുകല്ലാണേ. നമ്മൾ ആ മാവൊക്കെ ആട്ടാനായിട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ലേ, ഇത് അതിൻ്റെ കല്ലാണ് കേട്ടോ. ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ ഈ അരകല്ല് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ അത് ഉപയോഗിക്കാത്ത കാരണം ഇത് മറിച്ചിട്ടേക്കുവാണ് ഒരു മാവിൻ്റെ ചുവട്ടിൽ. അപ്പോൾ നമുക്ക് ഈവനിങ് ഒക്കെ അവിടെ പോയിട്ട് ഇരിക്കാനൊക്കെ പറ്റുമേ. ഇവിടെ അമ്മച്ചിയാണ് കേട്ടോ കാപ്പിക്കുരുവിൻ്റെ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഇത് ഉരലിലോട്ട് ഇട്ടിട്ട് ഒലക്കയും കൊണ്ട് നന്നായിട്ട് അടിച്ചടിച്ച് അതിൻ്റെ തോടെല്ലാം പൊട്ടിച്ച് കളയണേ. ഈ കാപ്പിക്കുരു കുത്തുന്ന ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. കുറേയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരെങ്കിലും വേണ്ടി വരും. ഇതിപ്പോൾ ഇച്ചിരി ഉള്ളത് കാരണം അമ്മച്ചിക്ക് മാത്രം കുത്താന്നേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചി റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഒന്ന് കുത്തി നോക്കിയത് കേട്ടോ. പക്ഷേ വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. അങ്ങനെ കുറച്ച് നേരം അമ്മച്ചി ഞാൻ മാറി മാറി കുത്തിത്തണ്ട് ഈ പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തോലൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ബീൻ മാത്രമായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മുറത്തിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് പാറ്റി എടുക്കണേ. അന്നേരം അതിൻ്റെ വേസ്റ്റ് എല്ലാം നമുക്ക് ആ കൂടെ പോയി കിട്ടും. ഇത്രയും ചെയ്തപ്പോൾ തന്നെ അമ്മച്ചി നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നേ. അന്നേരം പിന്നെ നാളെ ഇനി ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞ് ഇതെടുത്ത് മാറ്റി വെച്ചേ. ഇവിടെ രാവിലെ മനോരമ പത്രവും ഒരു കട്ടൻ കാപ്പിയും ഇത് നിർബന്ധമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. അങ്ങനെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കിനും നേരെ കാപ്പിക്കുരുവൊക്കെ വറുത്ത് നല്ല കറുത്ത കളറിൽ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. കൂടെ നമ്മൾ ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ പ്രാവശ്യം ഇച്ചിരി ഉള്ള കാരണം മിക്സിക്ക് അതിട്ട് അങ്ങ് പൊടിച്ചു, ഇല്ലെങ്കിൽ ഉരലിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടാണ് പൊടിക്കുന്നത്.